ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിസിക്സിൻ്റെ ധാരാവൈദ്യുതി, സ്ഥിതവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രേണി രീതിയുടെ സവിശേഷതകളിൽ തെറ്റായതേത്? ഏതൊക്കെയാണ് തെറ്റായതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഏതാണ് ശരിയായ പ്രസ്താവനകളത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും തെറ്റാണോ ശരിയാണോ ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം കൺഫേം ചെയ്യണം. അപ്പോൾ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സർക്യൂട്ടിൽ ആകെ EMF എന്ന് പറയുന്ന സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശ്രേണി രീതിയാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? ഇതിൻ്റെ EMF എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. അപ്പോൾ അത് തന്നെ ഇതിപ്പോൾ രണ്ടാണെങ്കിൽ ഇവിടുത്തെ രണ്ടാണെങ്കിൽ ഇത് ടോട്ടൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശരിയാണ്. ഓരോ സെല്ലിലൂടെയും കടന്നു പോകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. നമ്മളിവിടെ കൂടി 10 പേരെയാണ് നമ്മളിങ്ങനെ കടത്തി വിടുന്നതെങ്കിൽ ഈ 10 പേര് തന്നെ ഇതുവഴിയും കടന്നു പോകും, ഇതുവഴിയും കടന്നു പോകും. ഒരിക്കലും ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വേറൊരു വഴിയില്ല. സോ അവിടെ എന്തായിരിക്കും? കറണ്ട് വ്യത്യസ്തമല്ല, കറണ്ട് തുല്യമായിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി, ഒന്ന് മാത്രം ശരി. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുത ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? നീളം, താപനില, ഛേദതല പരപ്പളവ് അല്ലേ? ഇതെല്ലാം എന്താണ്? അതായത് ഇതിൻ്റെ നീളം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ അതിൻ്റെ പ്രതിരോധം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ഇത്രയുമുള്ളൊരു സാധനത്തിലൂടെയാണ് നമ്മൾ കടത്തിവിടുന്നതെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് കടന്ന് ഇപ്പുറം എത്തിയാൽ മതി. പക്ഷേ നീളം കൂടുന്നതനുസരിച്ച് അവിടുത്തെ പ്രതിരോധം കൂടും. അപ്പോൾ ഇതും അതിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. താപനില അതും പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഛേദതല പരപ്പളവ് അതും എന്താണ്? പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പിന്നെ അതേപോലെ എന്താണ്? പ്രതിരോധത്തിൻ്റെ സ്വഭാവം എന്താണ്? അതും എന്താണ്? പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഇവയെല്ലാം എന്താണ്? വൈദ്യുത ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ പവറിനെ സൂചിപ്പിക്കാത്തത് ഏത്? പവറിനെ സൂചിപ്പിക്കാത്തത് ഏത്? കുറേ ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസ് നോക്കാം. അതായത് പവർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പ്രവൃത്തി ബൈ സമയം. ഇതാണ് പവർ. ഇതിനെ തന്നെ നമുക്ക് എന്ത് പറയാം? h/t എന്ന് പറയാം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു t സെക്കൻഡിലൂടെ ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ h/t ആണ്. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് v²/r എന്ന് എഴുതാം. അതേപോലെ P = v/I എഴുതാം. അതേപോലെ P = I²R എഴുതാം. ഇതെല്ലാം എന്താണ്? പവറിൻ്റെ ഇക്വേഷനാണ്. അത് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡബ്ല്യൂയും ടിയും ആണ് തന്നിരിക്കുന്നത്, നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം പവർ കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ വോൾട്ടും അതേപോലെ അതിലൂടെ പോകുന്ന വൈദ്യുത പ്രവാഹ തീവ്രതയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് സമയത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. ഇത്രയും ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? v²/r, I²R, VI. ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി, ഇത് സി, ഇത് ഡി. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ സി ആണ്. v²/r ആണ് വരേണ്ടത്. v² × r അല്ല. സോ പവറിനെ സൂചിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ ഏതാണ്? v²r ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ LED ബൾബുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. ക്ഷമത, ആയുസ് ഇവ കൂടുതലാണ്. ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം കുറവാണ്. കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്നു. ഏതാണ് ബന്ധമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? LED ബൾബുകൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതിനെന്താണ്? മെർക്കുറി ഇല്ല അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പരിസ്ഥിതിക്ക് ഹാനികരമല്ല. ഈ പ്രസ്താവന എന്താണ്? ശരിയാണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു ആണോ? അല്ല. കാര്യം അവിടെ താപനഷ്ടം കുറവാണ്. സോ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ക്ഷമത, ആയുസ് ഇവ കൂടുതലാണ്. ശരിയാണ്. ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം കുറവാണ്. കണ്ട, ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? താപരൂപത്തിൽ ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. സോ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്നു, അതും ശരിയായ പ്രസ്താവനയാണ്. സോ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്?
നാലാമത്തതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ACDE. ബി മാത്രമല്ലേ തെറ്റ്? സോ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇൻകാൻഡസെൻ്റ് ലാമ്പും അതേപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പ് LED മൂന്നിൻ്റെയും വ്യത്യാസങ്ങൾ. ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനമാണ്? ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉപയോഗിക്കുന്നത്? അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, പ്രതിരോധം കൂടുതലാണ്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, അതായത് ചെറിയ ചൂടിലൊന്നും അത് പൊട്ടിപ്പോവില്ല, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു. ഇതൊക്കെ കൊണ്ടാണ് ടങ്സ്റ്റനെ നമ്മൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത്. ചുട്ടുപഴുത്ത് ഏറെ നേരം ധവളപ്രകാശം നൽകാൻ സഹായിക്കുന്നു. കണ്ട, അതായത് ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നതിൻ്റെ റീസൺസ്, അതിൻ്റെ മേന്മകളാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ഏറെ നേരം ധവളപ്രകാശം നൽകാൻ കഴിയുന്നു. ഇനി ഓക്സീകരണം തടയാനാണ് ബൾബിനകവശം എന്താക്കുന്നത്? വായുശൂന്യമാക്കുന്നത്. അപ്പോൾ എന്ത് തടയാൻ വേണ്ടിയിട്ടാണ്? ഓക്സീകരണം തടയാൻ. ബാഷ്പീകരണം കുറയ്ക്കാൻ ബൾബിനുള്ളിൽ അലസവാതകം കുറഞ്ഞ മർദ്ദത്തിൽ നിറച്ചിരിക്കുന്നു. അപ്പോൾ ഓക്സീകരണം തടയാൻ എന്താ ചെയ്യുന്നത്? ബൾബിൻ്റെ ഉള്ളിൽ വായു ശൂന്യമാക്കും. ബാഷ്പീകരണം തടയാൻ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിൽ അലസവാതകങ്ങളെ നിറയ്ക്കും. അടുത്തതാണ് ഡിസ്ചാർജ് ലാമ്പ്. CFL, ആർക്ക് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ് ഇവയെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ഡിസ്ചാർജ് ലാമ്പിന് ഉദാഹരണങ്ങളാണ്. ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തിരിക്കുന്നു. പിന്നെന്താണ്? ഗ്ലാസ് ട്യൂബിനുള്ളിലെ നിറച്ചിരിക്കുന്ന വാതകത്തിൽ വൈദ്യുത ഡിസ്ചാർജ് നടക്കുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുന്നു. എന്താണെന്ന്? ഗ്ലാസ് ട്യൂബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങളിൽ വൈദ്യുത ഡിസ്ചാർജ് നടക്കുമ്പോഴാണ് ഡിസ്ചാർജ് ലാമ്പുകൾ എന്ത് ചെയ്യുന്നത്? പ്രകാശത്തെ പുറന്തള്ളുന്നത്. ഇൻകാൻഡസെൻ്റ് ലാമ്പിനെ അപേക്ഷിച്ച് താപരൂപത്തിലുള്ള വൈദ്യുത നഷ്ടം ഇവിടെ കുറവാണ്. നിഴൽ ഉണ്ടാകുന്നില്ല, ആയുസ് കൂടുതലാണ്. അപ്പോൾ ഡിസ്ചാർജ് ലാമ്പിൻ്റെ മറ്റൊരു മേന്മയാണ് എന്ത്? നിഴൽ ഉണ്ടാകുന്നില്ല എന്നത്. അടുത്തതാണ് LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ബേസ് യൂണിറ്റ് ഉണ്ട്, ഹീറ്റ് സിങ്ക് ഉണ്ട്, ബേസ് പ്ലേറ്റ് ഉണ്ട്, ബാക്ക് കവർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, സ്ക്രൂകൾ, പവർ സപ്ലൈ ബോർഡ്, LED ചിപ്പ് ബോർഡ്, ഡിഫ്യൂസർ കപ്പ്. ഇത് നമ്മുടെ ആ 10th ചാപ്റ്ററിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു യൂണിറ്റ് ഒന്ന് പഠിക്കണേ. ഇനി എന്തൊക്കെയാണ് LED ലാമ്പിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്? അതിന് ഫിലമെൻ്റ് ഇല്ല, താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടമില്ല, മെർക്കുറി ഇല്ല, പരിസ്ഥിതിക്ക് ഹാനികരമല്ല, കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്നു. ഇതല്ലേ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ? മെർക്കുറി ഇല്ലാത്തതിനാൽ അത് പരിസ്ഥിതിക്ക് ഹാനികരമല്ല, കുറഞ്ഞ പവർ മതി, ഫിലമെൻ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 460 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 230 വോൾട്ടിൽ 5 മിനിറ്റ് സമയം പ്രവർത്തിക്കുന്നുണ്ട്. ഉപകരണത്തിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്ര? ഉപകരണത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര? ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്ര? ഇതെല്ലാം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ഇട്ടിട്ടില്ല. നിങ്ങളിത് ആൻസർ ചെയ്തിട്ട് ഇതെല്ലാം ശരിയാണെങ്കിൽ മാത്രം ഒരു മാർക്ക് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? 460 വാട്ട് പവറുള്ള ഒരു ഉപകരണമാണ്. അതിലൂടെ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q അല്ലേ? Q എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് P കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, V × Q/T എന്നുള്ളത്. പവർ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ. നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? Q കണ്ടുപിടിച്ചൂടെ? ഇവിടെ Q എങ്ങനെ കണ്ടുപിടിക്കാം? Q = P × T അല്ലേ? ഇവിടെ നേരെ ഇതിപ്പുറം വന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആകും, /V എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ പവർ എത്രയാണ്? 460 വാട്ട്. എത്ര മിനിറ്റാണ്? 5 മിനിറ്റ്. 5 മിനിറ്റ് ആകുമ്പോൾ അതിനെ സെക്കൻഡിലോട്ട് മാറ്റണം, × 60 / വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. ഇതും കട്ടായി പോവും. 23 46 എത്രയാണ്? 2 വട്ടം അല്ലേ? 20. അപ്പോൾ എത്ര വരും ഇതിൻ്റെ ആൻസർ? 10 600 വരും. 600 കുളോം എന്ന് വരും. അത്രയുമാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇലക്ട്രിക് ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 600 കുളോം. ഉപകരണത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര? കറണ്ട് I എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? P/V. P എത്രയാണ്? 460. എത്രയാണ് V? 230. സോ ആൻസർ എത്ര വരും? 2 ആംപിയർ. അപ്പോൾ അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപിയർ ആണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? താപം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? H = I² RT. ഇവിടെ നമുക്ക് എന്താണ്? I² R തന്നിട്ടില്ല. സോ നമുക്കിവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? VIT. H = VIT എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് വോൾട്ട് ഇൻറ്റു കറണ്ട് ഇൻറ്റു അതേപോലെ ടൈം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്രയാണ് വന്നിരിക്കുന്നത്? 230 ഇൻറ്റു എത്ര വരും? 2 ആംപിയർ. കറണ്ട് 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡിലാക്കുമ്പോൾ ഇൻറ്റു 60. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് 13. ഓക്കെ,
8,000 ജൂളാണ്. 1,38,000 ജൂൾ. ഇത്രയും ജൂളാണ് അവിടുത്തെ പുറപ്പെടുവിക്കുന്ന താപം എന്ന് പറയുന്നത്. ഇതാണ് 3. ഈ 3 ആൻസർ ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു മാർക്ക് കൊടുത്താൽ മതിയേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC കോളങ്ങളിൽ തന്നിരിക്കുന്നവയെ അനുയോജ്യമായി ചേർത്തെഴുതുക. നിങ്ങൾ ഇത് വെച്ച് ചേർത്ത് എഴുതിയിട്ട് ഇത് ശരിയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇതിന് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടില്ല. ഫിലമെൻ്റ്, ഫ്യൂസ് വയർ, തപനചാലകം, നിക്രോം, ടങ്സ്റ്റൺ, ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരം, താഴ്ന്ന ദ്രവണാങ്കം, നിക്കൽ, ക്രോമിയം, ഇരുമ്പ് ഇവയുടെ സങ്കരം, ഉയർന്ന ദ്രവണാങ്കം. എന്തായിരിക്കും വരേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫിലമെൻ്റ് എന്നായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടങ്സ്റ്റനാണ്. അത് ഉപയോഗിക്കാനുള്ള കാരണം പറഞ്ഞത് എന്തായിരുന്നു? അത് ഉയർന്ന ദ്രവണാങ്കമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ലാമ്പുകളിൽ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൻ ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരമാണ് നമ്മൾ ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിനുള്ള റീസൺ എന്താണ്? അത് താഴ്ന്ന ദ്രവണാങ്കമാണ്. അതായത് നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഫ്യൂസിലൊക്കെ എന്താണ് ഫ്യൂസ് വയർ ഉപയോഗിക്കും. അതെന്ന് പറയുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരമാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓവറായിട്ട് അതിലൂടെ വൈദ്യുതി കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ താപം കൂടുകയും അതങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് താഴ്ന്ന അതേപോലെ ഉയർന്ന ദ്രവണാങ്കമുള്ളൊരു സാധനമാണ് അവിടെ വെക്കുന്നെങ്കിൽ എന്ത് പറ്റും? എത്ര കറണ്ട് നമ്മളിങ്ങനെ വന്നാലും ഓവറായിട്ട് വന്നാലും നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചു പോകുമെന്നല്ലാതെ അതൊരിക്കലും ഫ്യൂസ് കട്ടാവില്ല. അതുകൊണ്ടാണ് ഫ്യൂസ് കട്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ താഴ്ന്ന ദ്രവണാങ്കമുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി തപനചാലകം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു താപം അവിടെ ഒരു ഇപ്പം എന്തെങ്കിലും ഇപ്പം മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തേപ്പ് പൊട്ടി അതിലൊക്കെ ചൂടുണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തെയാണ് നമ്മൾ തപനചാലകം എന്ന് പറയുന്നത്. അതിവിടെ ഏത് വരും? നിക്രോം വരും. അതിൻ്റെ കാരണം എന്താണ്? നിക്കൽ, ക്രോമിയം, ഇരുമ്പ് ഇവയുടെ സങ്കരമാണ്. നിക്രോം, നിക്കൽ, ക്രോമിയം, അതേപോലെ ഇരുമ്പ്. നിക്രോം, നിക്കലും ക്രോമിയം അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. നിക്കൽ, CHR, ക്രോമിയം. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് ഇവയുടെ സങ്കരമാണ് നമ്മൾ തപനചാലകമായിട്ടുണ്ടാക്കുന്ന നിക്രോമിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉണ്ടാ ഫിലമെൻ്റ് ടങ്സ്റ്റനാണ്, ഉയർന്ന ദ്രവണാങ്കമാണ്. ഫ്യൂസ് വയർ ടിന്നിൻ്റെ ലെഡിൻ്റെ സങ്കരമാണ്, താഴ്ന്ന ദ്രവണാങ്കമാണ്. തപനചാലകമായിട്ട് ഉപയോഗിക്കുന്ന നിക്രോമാണ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് ഇവയുടെ സങ്കരമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഒരു സർക്യൂട്ടിലെ ഒരു ഉപകരണം 540 വാട്ട് പവർ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് 230 വോൾട്ട് എങ്കിൽ ആംപെയറേജ് എത്രയെന്ന് കണ്ടെത്തുക. ആംപെയറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതായത് വോൾട്ടേജിൻ്റെയും അനുപാതമായിരിക്കും. അതായത് I എന്ന് പറഞ്ഞാൽ വാട്ടേജിൻ്റെയും വോൾട്ടേജിൻ്റെയും ആനുപാതികമായിരിക്കും. വോൾട്ടേജ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 540. അതായത് പവറിൻ്റെയും അതേപോലെ വോൾട്ടിൻ്റെയും ആനുപാതികമായിരിക്കും. 540 / 230 എന്ന് വരും. ആൻസർ വരുന്നത് 2.34 ആംപിയർ. അതായത് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 2.3 ആംപിയർ. ഇത്രയുമാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. കാര്യം താപം കൂടുമ്പോഴാണ് അതെന്ത് ചെയ്യേണ്ടത്? അത് പൊട്ടിപ്പോകേണ്ടത്. ടിൻ, കോപ്പർ എന്നിവയുടെ ലോഹസങ്കരമാണ് ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണോ? പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ ടിന്നും കോപ്പർ അല്ല, ടിന്നും എന്താണ്? ലെഡ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ് നമ്മൾ സുരക്ഷാ വയറിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയറിന് ദ്രവണാങ്കം വളരെ കൂടുതലാണ്. ശരിയാണോ? തെറ്റാണ്. വളരെ കുറവായിരിക്കണം. വളരെ കൂടുതലാണെങ്കിൽ എന്താണ്? നല്ല ചൂട് പോയാലും അതെന്താ? പൊട്ടിപ്പോവില്ല. സോ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ആൻസർ ഏത് വരും? 1 മാത്രമാണ് ഇവിടെ ശരി. സോ 1, 2 ശരി, 2, 3. ഓപ്ഷൻ സി 1 മാത്രം ശരി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിലമെൻറ്റിൽ എന്ത് തടയാനാണ് ബൾബിൻ്റെ അകവശം വായുശൂന്യമാക്കുന്നത്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അല്ലേ, ആ ബോക്സ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഫിലമെൻറ്റിൻ്റെ എന്ത് തടയാനാണ്? നിരോക്സീകരണം, ഓക്സീകരണം, ബാഷ്പീകരണം, വികിരണം. ഏതാണ്? ഓക്സീകരണം തടയാനാണ് ബൾബിൻ്റെ അകവശം എന്താക്കുന്നത്? വായുശൂന്യമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻകാൻഡസൻ ലാമ്പുകളിൽ അലസവാതകങ്ങൾക്ക് പകരമായി നിറയ്ക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ. ഏതാണ്? ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. അതായത് സാധാരണ മർദ്ദത്തിലും താപനിലയിലും ഒരു അലസവാതകത്തെ പോലെ പെരുമാറാൻ സഹായിക്കുന്ന വാതകമാണ് എന്ത്? നൈട്രജൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നൈട്രജൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എപ്പോഴത്തെയും പോലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ നമുക്ക് 8 മണിക്ക് നമ്മുടെ സൈക്കോളജിയുടെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.